കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ സംഘാംഗത്തെ കണ്ണൂരിലെ കാഞ്ഞിരക്കൊല്ലിയിലെ ചിറ്റാരി കോളനിയിൽ ഉപേക്ഷിച്ച് മാവോയിസ്റ്റുകൾ. കർണാടക അതിർത്തിയിലെ വനത്തിലൂടെയുള്ള യാത്രക്കിടെ മാവോയിസ്റ്റ് സംഘാംഗം സുരേഷിനെയാണ് കാട്ടാന ആക്രമിച്ചത്. പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ സുരേഷിനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റുകയാണ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, എന്താണ് വിവരങ്ങൾ? ഈ സുരേഷ് എന്ന മാവോയിസ്റ്റ് ആ സംഘത്തിലുള്ളയാൾ, അയാൾ ഏത് സംസ്ഥാനത്തുള്ളയാളാണ്? അയാൾക്ക് കാര്യമായ പരിക്കുണ്ടോ? ഈ ഒപ്പമുള്ളവർ എവിടെയാണ് ഈ സുരേഷിനെ ഉപേക്ഷിച്ച് കടന്നത്? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 6:30 കൂടിയാണ് മാവോയിസ്റ്റ് സംഘം കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിലെ കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി കോളനിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ സംഘാംഗവുമായി എത്തിയത്. ഈ മാവോയിസ്റ്റ് സംഘത്തിൽ ഉൾപ്പെട്ട കർണാടക ചിക്കമംഗളൂർ സ്വദേശി സുരേഷിനാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത്. കേരള കർണാടക അതിർത്തിയിലുള്ള കർണാടക റിസർവ് വനത്തിലൂടെയുള്ള യാത്രക്കിടെയാണ് കാട്ടാന ഈ മാവോയിസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അതിൽ പരിക്കേറ്റത് സംഘാംഗമായ മാവോയിസ്റ്റിനാണ്. സുരേഷ് എന്നയാളാണ്. ഇദ്ദേഹത്തിന് 50 വയസ്സിലധികം പ്രായമുണ്ട്. ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റതോടെ കൈക്കും കാലിനും ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഇതോടുകൂടിയാണ് ഏറ്റവും അടുത്തത് കേരള അതിർത്തിയാണ്, കാഞ്ഞിരക്കൊല്ലി പ്രദേശമാണ്. അവിടെ നിന്ന് അവർ ഈ ആദിവാസി കോളനിയായ ചിറ്റാരിയിലേക്ക് എത്തി. അവിടെ ഈ സംഘാംഗത്തെ ഉപേക്ഷിച്ച ശേഷം ആകെ 7 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച ശേഷം ബാക്കി 6 പേരടങ്ങുന്ന സംഘം പിന്നീട് വീണ്ടും വനത്തിലേക്ക് മടങ്ങി. പിന്നീട് നാട്ടുകാർ അറിയിച്ചത് പ്രകാരം പ്രദേശത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ സ്ഥലത്തേക്ക് എത്തി. അതിന് പിന്നാലെയാണ് പോലീസ് ഉൾപ്പെടെ എത്തിയത്. പോലീസ് അടക്കം എത്തി പിന്നീട് ഒരു ആംബുലൻസ് വിളിച്ച് ഈ പരിക്കേറ്റ സുരേഷിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ചികിത്സ നൽകും. ആ സ്ഥലത്തേക്ക് എത്തി ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് പറ്റിയതോടുകൂടി ഇദ്ദേഹവുമായുള്ള യാത്ര അപ്രായോഗികമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അതോടുകൂടിയാണ് ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് മാവോയിസ്റ്റ് സംഘം എത്തിയത്. ഇദ്ദേഹത്തിന് പിന്നെയും ജനവാസ മേഖലയിൽ പ്രത്യേകിച്ച് പോലീസ് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ വിവരം ലഭ്യമായി ഏറെ വൈകിയാണ് പോലീസ് സ്ഥലത്തേക്ക് എത്തിയത്. പോലീസ് അവിടെ എത്തി പിന്നീട് അദ്ദേഹത്തെ ഈ പരിശോധനയിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റതായി മനസ്സിലാക്കി. പിന്നീട് ഇദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അദ്ദേഹം കർണാടക ചിക്കമംഗളൂർ സ്വദേശിയാണ്. മടിക്കേരിയോട് ചേർന്ന, അതായത് കർണാടക മടിക്കേരിയോട് ചേർന്ന വനമേഖല കേന്ദ്രീകരിച്ചാണ് മാവോയിസ്റ്റ് സംഘത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മാവോയിസ്റ്റ് പ്രവർത്തകരാണെന്ന കാര്യം അടക്കം ഇദ്ദേഹം പോലീസിന് ഇതിനകം മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇദ്ദേഹത്തെ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുള്ളത്. സംഘം നേരെ കോളനിയിലേക്ക് എത്തുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റു എന്നീ മാവോയിസ്റ്റ് സംഘങ്ങൾ അവിടെയുള്ള ആളുകളെ ധരിപ്പിക്കുന്നു. പിന്നീട് നാട്ടുകാരാണ് ഇദ്ദേഹത്തിന് അവിടെ ഒരു പ്രാഥമികമായി വെള്ളവും മറ്റുമൊക്കെ നൽകി പിന്നീട് പോലീസിനെയും ജനപ്രതിനിധികളെയും വിവരം അറിയിച്ചത്. അതിനകം ഇത് ഈ ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിലാക്കി പോലീസ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷേ ഈ സംഘങ്ങൾ ഇദ്ദേഹവുമായി യാത്ര ചെയ്യുന്ന ഉൾപ്പെടെ പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് കടന്നിട്ടുള്ളത്. അതിനും പോലീസ് ഈ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മാവോയിസ്റ്റിനെ ആ സംഘത്തിലുള്ള മറ്റുള്ളവർ ഉപേക്ഷിച്ചു. പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ സുരേഷ് കർണാടക ചിക്കമംഗളൂർ സ്വദേശിയാണ്. സുരേഷിനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.